നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 614 614. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 614 109 സർഗം മല്ലയുദ്ധ ആരംഭം സ്ത്രീകളുടെ ഭയവിഷാദം എന്ന സർഗത്തിൽ ലീലാകാന്ഡത്തിൽ 40ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. കഷ്ടം നമുക്ക് ഈ ലോകൈക വന്യരാം സുകുമാരരെ സൽക്കരിക്കാതെ കാണേണ്ടി വന്നത് ഈ മട്ടിലല്ലയോ എന്ന് മധുരാപുരി നിവാസികളുടെ ഒരു സങ്കടം ആണ് പറഞ്ഞു നിർത്തിയത്. ഇനി 41ാമത്തെ ശ്ലോകം നോക്കൂ. നാമെല്ലാം ഇങ്ങൊത്തൊരുമിച്ചെഴുന്നേറ്റുടനെ വരും, വിളിച്ചുറക്കെ ചൊല്ലിയിടാം അധർമ്മം ഇത് നിർത്തുവിൻ. ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭാരതീയ തത്വശാസ്ത്രത്തിൽ പ്രതികരിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. ഡെമോക്രസി ഉണ്ട്. പക്ഷേ ഡെമോക്രസി ഒരാളുടെ തോളത്തിരുന്ന് ചെവി തിന്നാനുള്ളതല്ല. പ്രദോഷയോ കംസൻ അധർമ്മിയാണ്, അയാളുടെ ചെയ്തികൾ അധർമ്മമാണ് എന്ന് വസ്തുനിഷ്ഠമായിട്ട് പ്രതിപാദിപ്പിക്കുമ്പോൾ വ്യാസരുടെ തൂലികയിൽ ഈ ഒരു ആഹ്വാനം വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നാമെല്ലാം ഒത്തൊരുമിക്കണം. ഒത്തൊരുമിച്ചെഴുന്നേറ്റുടൻ ഏവരും വിളിച്ചുറക്കെ ചൊല്ലിയിടാം അധർമ്മം ഇത് നിർത്തുവാൻ. അബലാജനം ഈ വണ്ണം മകതാരെങ്കിലത്രയും. അബലാജനം സ്ത്രീകൾ ഓരോരുത്തരും ഈ വണ്ണം മകതാരിങ്കലത്രയും അഴലാർന്നങ്ങും ഉച്ചത്തിൽ വരെ ചെയ്യാൻ തുടങ്ങവേ അവരെല്ലാവരും കൂടിയിട്ട് പറയാൻ സന്നദ്ധരായി തുടങ്ങി. മാഹാത്മ്യം ഇത്രയും കണ്ടും പ്രേമത്താൽ തങ്ങൾ തൻ ബലം അറിയാഞ്ഞ അമ്മയച്ഛന്മാരുറക്കെ വിലപിക്കവേ. ഈ ശ്രീകൃഷ്ണനും ബലരാമനും എതിരാളികളായിട്ടുള്ള മല്ലന്മാരെ കണ്ടപ്പോൾ ഇത് അനുവദീയമല്ല എന്ന് മാഹാത്മ്യം ഇത്രയും കണ്ടു പ്രേമത്താൽ തങ്ങൾ തൻ ബലം അറിയാഞ്ഞ്. രാമകൃഷ്ണന്മാരിൽ ബലം അറിയാഞ്ഞിട്ടാണല്ലോ ഇവരൊക്കെ നിലവിളിക്കണത്. അറിയാഞ്ഞ് അമ്മ അച്ഛന്മാരുറക്കെ വിലപിക്കവേ ശത്രുവിൻ കഥ തീർത്തിടാൻ ഓർത്തു യോഗേശ്വരൻ. ഇനി വഴിയിക്കണില്ല. ഇനി വെറുതെ ഈ മല്ലയുദ്ധത്തിൻ്റെ പേരിൽ കാണികളെ മുൾമുനയിൽ നിർത്തേണ്ടത് ആഗ്രഹമില്ല. ഏതായാലും ഇപ്പം നമ്മൾ രണ്ടും കൽപ്പിച്ചിട്ടാണ് വന്നത് അല്ലേ? രണ്ടും കൽപ്പിച്ചില്ല, ഒന്നേ കൽപ്പിച്ചുള്ളൂ. എന്താ? കംസനെ വധിക്കണമെന്ന്. അത് നേർത്തട് കഴിച്ചതാണ് എന്ന് പറഞ്ഞ് ശത്രുവിൻ കഥ തീർത്തിടാൻ ഓർത്ത് യോഗേശ്വരേശ്വരൻ. ആരദ്ദേഹം? യോഗേശ്വരന്മാരുടെ ഈശ്വരൻ. ജ്യേഷ്ഠനോട് ആംഗ്യം എന്നെന്തോ കാട്ടിനാൻ കമലേക്ഷണൻ. ഒരു സംജ്ഞ കൊടുത്തു, ഒരു സീക്രട്ട് കോഡ് കൊടുത്തു. പെട്ടെന്നു തന്നെ പുതുതായോരോരോടവും കൃഷ്ണനും രാമനും കാട്ടി മല്ലന്മാരുടനൊന്നമ്പരന്നു പോയി. പെട്ടെന്നു തന്നെ പുതുതായി ഓരോരടവ് കൃഷ്ണനും രാമനും കാട്ടി. ഇതുവരെ 18 അടവും അല്ലേ പൂഴിക്കടകനും കഴിഞ്ഞ് 19ാമത്തെയും 20ാമത്തെയും ഒക്കെ കയ്യിലുണ്ട് ഇവരുടെ അടുത്ത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പുതുതായി ഓരോരോ അടവ് കൃഷ്ണനും രാമനും കാട്ടിയ മല്ലന്മാരുടൻ ഒന്ന് അമ്പരന്നു പോയി. എന്തപ്പത്? ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അവർ പഠിച്ചിട്ടുള്ളത്? ആരുടെ കളരിയിലാണ് പഠിച്ചിട്ടുള്ളത്? വൈകുണ്ഠം എന്ന് പറയുന്ന കളരിയിലത്തെ ആചാര്യനാണ് ഇദ്ദേഹം അല്ലേ? അതുകൊണ്ട് കൈത്തണ്ട കൊണ്ടാഞ്ഞടിച്ചും കാൽമുട്ടാൽ മുട്ടി വീഴ്ത്തിയും നെഞ്ചാലമർത്തിയും നെറ്റിത്തടത്താൽ ഏറ്റുമുട്ടിയും
കൈത്തണ്ട കൊണ്ട് ആഞ്ഞടിച്ചും കാൽമുട്ടാൽ മുട്ടി വീഴ്ത്തിയും നെഞ്ചാൽ അമർത്തിയും നെറ്റിത്തടത്താൽ ഏറ്റുമുട്ടിയും ആമട്ടറിയില്ലെന്നു നടിച്ചില്ല അഭിമാനികൾ. ആമട്ടൊന്നും അറിയില്ല എന്നാണ് അവർ നടിച്ചിരുന്നത്. ഈ ഗുസ്തിയുടെ പല തലങ്ങളുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് മാറി വട്ടത്ത് ചാടി അല്ലേ. ആമട്ടറിയില്ലെന്നു നടിച്ചില്ല അഭിമാനികൾ, ചാണൂരനും മുഷ്ടികനും ഞെരുങ്ങി ബലശാലികൾ. പരുങ്ങാൻ തുടങ്ങി, ഞെരുങ്ങി ബലശാലികൾ. മൂർധാവിൽ മുഷ്ടി കൊണ്ടൊന്നു മുരാന്തകനടിക്കവേ, ഒരൊറ്റ അടി, കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടൊരൊറ്റ അടി, ഡേം. മൂർധാവിൽ മുഷ്ടി കൊണ്ടൊന്ന് മുരാന്തകനടിക്കവേ, കേശവൻ മുരാരി അല്ലേ, മുരൻ എന്ന അസുരൻ്റെ അന്തകൻ, മുരാന്തകൻ ഇടിക്കവേ മൂർച്ഛിച്ചു വീണോരാമല്ലനൊട്ടു നേരം കിടന്നുപോയി. ബോധമില്ലാണ്ട് ഒന്ന് മയങ്ങി മൂപ്പരൻ. പെട്ടെന്നെണീറ്റു ചാണൂരൻ, ചുരുട്ടിയിരുകൈകളും ഇടിച്ചാൻ ക്രോധതാമ്രാക്ഷൻ. ക്രോധം മുറ്റിയ ചുവന്ന കണ്ണുകളോടുകൂടി ഇടിച്ചാൻ ക്രോധതാമ്രാക്ഷൻ മാർത്തട്ടിൽ മുകുന്ദനം. മാറത്തൊക്കെ അടിച്ചത്. അതൊക്കെ മലർമൊട്ടായിട്ടോർത്തു മന്ദസ്മിത. ഇതെന്താ എനിക്ക് മലർമുട്ടുകൾ എന്നെ സമ്മാനിക്കണത് എന്ന് അദ്ദേഹത്തിന് തോന്നി. ഈ തോന്നലാണ്. വേദനിച്ചു എന്ന് തോന്നിയാൽ വേദനിക്കും, വേദനിച്ചില്ല എന്ന് തോന്നിയാൽ വേദനിക്കില്ല. ഇതാണ് മനസ്സിനുള്ളൊരു ബലം, മനോബലം എന്ന് പറയുന്നത്. മനസ്സിനെ ശത്രുവാക്കിയിട്ടും ബന്ധുവാക്കിയിട്ടും നീ എൻ്റെ ബന്ധുവല്ലേ, അടങ്ങിയിരിക്കണം, അനങ്ങിപ്പോരുത് കേട്ടോ എന്ന് ശാസിക്കാൻ സാധിക്കണം ബുദ്ധിയുടെ മാധ്യമത്തിൽ. അരുതാത്തത് വേണ്ട അവിടെ ഇരിക്കടാ എന്ന് ആരോട് പറയണം? മനസ്സിനോട് പറയണം. നീ പോയിട്ട് ഭഗവത് പാതാരവിന്ദത്തിലിരിക്കാനല്ലേ ഞാൻ നിന്നോട് ആജ്ഞ തന്നു, അവിടെ ഇരിക്കേ, നിൻ്റെ സ്വഭാവം ഒന്ന് മാറട്ടെ. ഇതാണ് ഒരു ഭക്തന് ചെയ്യാൻ സാധിക്കണത്. അതൊക്കെ മലർമൊട്ടായിട്ടോർത്തു മന്ദസ്മിതത്തോടും മല്ലൻ്റെ ഇരുകൈ കൂട്ടിപ്പിടിച്ചാൻ ആകാശവീതിയിൽ. മല്ലൻ്റെ 2 കൈയും കൊണ്ട് ചുരുട്ടിപ്പിടിച്ചു ഭഗവാൻ. വട്ടം ചുഴറ്റി 7-8 വിനാഴിക ഒരേ വീതം. എത്ര? ഒരു 7-8 വിനാഴിക, മിനിറ്റ് എന്ന് വെച്ചോളൂ. വട്ടം ചുഴറ്റി 7-8 വിനാഴിക ഒരേ വിധം ബലനും പിന്നിലം മട്ടിൽ വീശി മുഷ്ടിക മല്ലന്. 2 ആളും ഒരേ സമയത്ത്. കാൺമോരെ വരും മുൾപ്പൂവിൽ ആഹ്ലാദത്തള്ളൽ കാരണം കാൺമോരെ വരും മുൾപ്പൂവിൽ ആഹ്ലാദത്തള്ളൽ കാരണം. അവിടെ ദീർഘത്തിലാണ് ഞാൻ ആദ്യം വെച്ചത്, അപ്പോൾ അർത്ഥം കിട്ടിയില്ല. തള്ളൽ കാരണം. ഇതാണ് മലയാളം എൻ്റെ ഗുരുനാഥൻ എൻ്റെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ചത്. നീ വായിച്ചോ, അർത്ഥം മനസ്സിലായെങ്കിൽ ആദ്യം വായിക്കേ. എത്രയോ പ്രാവശ്യം അദ്ദേഹം ഒപ്പമുണ്ട്, അദ്ദേഹത്തിൻ്റെ ചൈതന്യം ഒപ്പം. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നോട്ടെ ഒരു എപ്പിസോഡിൽ മറ്റേ ഭാഗവതം മൂലം ഈ ദീർഘം എന്നെ വഴിതെറ്റിച്ചു. അവൾ ഞാൻ ആവശ്യമില്ലാണ്ട് ആകാരം കൊണ്ട് കയറ്റി. അത് ഒരു ഭക്ത പറഞ്ഞു മനസ്സിലാക്കി എന്നെ, സാർ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാനും അറിയില്ല. ഉടനെ ഞാൻ എൻ്റെ കസിൻ ബ്രദറിൻ്റെ മകനുണ്ട്, അവനാവണവട്ടം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ ശ്ലോകം തുടങ്ങണോടത്ത് വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ 42 മിനിറ്റ് ഉണ്ട്, അപ്പോൾ ഒരു 12 മിനിറ്റ് കട്ട് ചെയ്യാണ്ട്. തലകുത്തി നിന്നിട്ട് അയാൾക്ക് സാധിച്ചില്ല. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാനത് നികത്തിയിട്ടില്ലെങ്കിൽ ഈശ്വരൻ അറിയത് അല്ലേ. ഞാൻ വേഗം ആ എപ്പിസോഡ് 104 എന്നുള്ള എപ്പിസോഡ് കട്ട് ചെയ്തു, അതായത് ഡിലീറ്റ് ചെയ്തു. പറയുമ്പോൾ 27 ആൾ കണ്ടിട്ടുണ്ടായിരുന്നു. സാരമില്ല, എനിക്ക് നേട്ടം വേണ്ട, കോട്ടം വരാണ്ടിരുന്നാൽ മതി. എൻ്റെ മനസ്സ് പറയാൻ എന്നോട്, നിനക്കെന്തിനാ നേട്ടം, കോട്ടം വരാണ്ട് നോക്കടാ. എന്നിട്ട് ഇന്നലെ രാവിലെ അത് രണ്ടും പറഞ്ഞു, 104 105 പറഞ്ഞ് എയർ ചെയ്തു. എന്നിട്ട് ഇന്നലെ വൈകുന്നേരം 106 പറഞ്ഞ് സ്റ്റോർ ചെയ്തു, ഇന്ന് കാലത്ത് എയർ ചെയ്തു. ഇന്നിപ്പോൾ ഈ ശ്രീകൃഷ്ണ കഥാമൃതം കഴിഞ്ഞാൽ 107 പറഞ്ഞിട്ട് നാളേക്ക് സൂക്ഷിക്കും. ഇങ്ങനെയൊക്കെ വലിയ ഒരു
അതിനൊക്കെ പ്രശ്നം ഉണ്ടായത് 22-ാം തീയതി ഒരു പഞ്ചവാദ്യം കാണാൻ പോയപ്പോൾ സ്ലോട്ട്സ് മുഴുവൻ തകരാറായി. സാരമില്ല. അപ്പോൾ കാൺമോരേവരും മുൾപ്പൂവിൽ ആഹ്ലാദത്തള്ളൽ കാരണം ജയിച്ചു രാമകൃഷ്ണന്മാർ ഈ മട്ടാർത്തു വിളിക്കവേ ജയ 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 ആർത്തു വിളിച്ചു. ചാണൂരമുഷ്ടികന്മാരെ അടിച്ചാരവർ ഊഴിയിൽ ആ മട്ടിൽ ചാണൂരമുഷ്ടികന്മാരെ അടിച്ചാരവർ ഊഴിയിൽ. അതായത് ഒരു 7-8 പ്രാവശ്യം 2 കൈയും കൂട്ടിപ്പിടിച്ച് ആകാശത്ത് ചുഴറ്റിയിട്ട് ടേ എന്നൊരൊറ്റ അടിയാണ്. കയർക്കുവാനുടൻ വന്ന കൂടൻ കുതുകിയാം ബലൻ കളിയായൊന്നിടം കൈകൊണ്ടാഞ്ഞടിക്ക് മരിച്ചുപോയി. പിന്നെ വന്നവരെ കളി കയർക്കുവാനുടൻ ദേഷ്യപ്പെട്ടിട്ട് കയർക്കുവാനുടൻ വന്ന കൂടൻ കുതുകിയാം ബലൻ കളിയായൊന്നിടം കൈകൊണ്ടാഞ്ഞടിച്ചു മരിച്ചുപോയി. ശലനും സ്തോഷകലനും വന്നു വീണ്ടും എതിർക്കുവാൻ കൃഷ്ണൻ്റെ കാൽ ചവിട്ടേറ്റു രണ്ടിനും പ്രാണനറ്റുപോയി. ഭഗവാന്റെ കാലുകൊണ്ട് അനുഗ്രഹിച്ചു, ജീവൻ പോയി. ശലനും ദോഷകലനും വന്നു വീണ്ടും എതിർക്കുവാൻ കൃഷ്ണൻ്റെ കാൽ ചവിട്ടേറ്റു രണ്ടിനും പ്രാണനറ്റുപോയി. മഹാന്മാരായ മല്ലന്മാർ ഈ മട്ട് 5 മരിക്കവേ. 5 ആളാണ് മല്ലന്മാർ. മഹാന്മാരായ മല്ലന്മാർ ഈ മട്ട് 5 മരിക്കവേ ജീവിച്ച മല്ലരങ്ങാണ്ടോ പാഞ്ഞൊളിച്ചു ഭയത്തിനാൽ. അവർ ഈ മണ്ഡലത്തിലേക്ക് വന്നില്ല, ബാക്കിയുള്ളവർ ഓടി ഒളിച്ചു. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാഖാണ്ഡേ നവോത്തരശതതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അതിൻ്റെ അർത്ഥം നമുക്കറിയണ്ടേ? എന്താ? കലികൽമഷനാശനെ, കലികാലം അടുക്കരുത്. അതിനാണ് ഭാഗവതം പാരായണം ചെയ്യണം, അർത്ഥം പറഞ്ഞ് പെരുമാറണം, അതിലുള്ള ഉത്തമ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞത്. യുഗത്തിൻ്റെ എന്താ പറയുക, പ്രഭാവം ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഉള്ളിൽ കൃതയുഗം ആയിട്ട് വെച്ചാൽ മതി. എന്താ കൃതയുഗം ചെയ്യാനുള്ളത് കൃത്യമായി ചെയ്തു. ഈശ്വരോപാസന ചെയ്യുന്നവർക്ക് കലി ബാധിക്കില്ല എന്നർത്ഥം. ഇപ്പോൾ നോക്കൂ, ഇന്ന് വാട്സപ്പിൽ ഞാൻ കണ്ടത് ഒരു സ്ത്രീക്ക് മനസ്സിനെന്തോ ഒരു ഡിപ്രഷൻ. അപ്പോൾ മനസ്സിൽ തോന്നിയത്രേ ഭാഗവതം റൈറ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് സമർപ്പിക്കാൻ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എന്ന് പറയണു. അപ്പോൾ വേറൊരു അമ്മ പറഞ്ഞു വീടും കാര്യങ്ങളുണ്ട്, പക്ഷേ താമസിക്കാൻ എന്തോ അത് പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ മനസ്സ് ഭഗവാന് കൊടുക്കാത്തതുകൊണ്ടാണ്. മനസ്സ് ഭഗവാൻ അർപ്പിച്ചാൽ മതി. വരുന്നതൊക്കെ ഭഗവാന്റെ വരായിട്ട് അത് തോന്നിയാൽ പൂ പോലെ കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ ഭാഗവതം എഴുതണ്ടെന്നല്ല, അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ഇടയ്ക്ക് സന്ദർഭോചിതമായിട്ട് പറയാം. DC ബുക്സിൻ്റെ 18 പുരാണങ്ങളിൽ ഭാഗവത മഹത് പുരാണം പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്, ഒറ്റ വോള്യം. സത്യം പറഞ്ഞാൽ അതിൽ ശ്ലോകമൊന്നുമില്ല, അത് പ്രോസാണ്, മുഴുവൻ പ്രോസ. അപ്പോൾ ഇന്ന് ഞാൻ വായിച്ചത് രുക്മിണി സ്വയംവര. ആ രുക്മിണി സ്വയംവരത്തിൽ ബലരാമസ്വാമി രുക്മിണി ദേവിക്ക് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റണ്ടായിപ്പോയി. ഞാനും ഒരു 10-25 സപ്താഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷ്ണൻ രുക്മിണീനെ എന്താണെന്നാ പറയുക, താടിയും തലയൊക്കെ അവിടെയും ഇവിടെയും ചരച്ച് വിരൂപിയാക്കി വിട്ടു. അതൊക്കെ അധർമ്മികൾക്കുള്ളതാണെന്നുള്ള വേദാന്തസാരൊക്കെ ഞാൻ പറയാറ് പതിവുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞു വന്നത് ഭഗവാൻ ആരാണ്? ഭഗവാൻ നിരാകാരനാണ്. പക്ഷേ
അപ്പോൾ പറഞ്ഞെന്താ, പിന്നെ അപ്പോൾ കാര്യം വേറൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനും സാധിക്കില്ല എനിക്ക്. കട്ട് ചെയ്താൽ 14 മിനിറ്റ് പോവും പക്ഷേ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ അതിൻ്റെ ഡെപ്ത്ത്, ഓരോ അധ്യായത്തിൻ്റെയും ഡെപ്ത്ത് മനസ്സിലാക്കിയാൽ നമ്മൾ തെറ്റ് ചെയ്യില്ല. കയ്യിൽ കാശില്ലാത്ത കമ്മിറ്റിക്കാർ 5000 10,000 കൊടുത്ത് നാദസ്വരം കൊണ്ടുവന്ന് പെപ്പേന്ന് പറഞ്ഞതല്ല രുക്മിണി സ്വയംവരം. ഇതാരോട് പറയും ഞാൻ? എന്തായാലും അവിടെ നിൽക്കട്ടത്. അടുത്ത സർഗത്തിലേക്ക് പോവുക. 110-ാം സർഗം കൃഷ്ണൻ്റെ ലീലാവിലാസവും കംസവധവും. കൃഷ്ണൻ്റെ ലീലാവിലാസവും കംസവധവും 110-ാം സർഗം പറയണു. ചങ്ങാതിമാരോടൊത്തുടൻ നേരെ മിന്നും മിന്നും അരങ്ങിൽ, മരത്തിലല്ല, മിന്നും അരങ്ങിൽ അരങ്ങിൽ ആ മന്മഥകോമളാങ്കൻ ശ്രീകൃഷ്ണനാണ് പറഞ്ഞത്. മണിച്ചിലമ്പും വളയും കിലുങ്ങേ കളിച്ചിടാനോർത്തു മനോജ്ഞശീലൻ. ഏതായാലും മല്ലന്മാരെ കഴിഞ്ഞുവല്ലോ, ഇനി കംസനല്ലേ ഉള്ളൂ, സാരമില്ല. അപ്പോൾ കുറച്ച് കാണികളുടെ ടെൻഷൻ ഒന്ന് മാറ്റിക്കളെ. മണിച്ചിലമ്പും വളയും കിലുങ്ങി കളിച്ചിടാനോർത്തു മനോജ്ഞശീലൻ. കുറച്ച് നേരം ഒരു ലീലാവിനോദം ആയിക്കോട്ടെ എന്ന് ധരിച്ചു. എന്നിട്ടോ, വിചിത്ര വൃന്ദാവനലീല കാൺമാൻ തരപ്പെടാഞ്ഞേറെ വിഷാദമുള്ളിൽ കലർന്ന പേരങ്ങുമിരിപ്പു ലക്ഷക്കണക്കിലോർത്താൻ കരുണാപയോധി. പയോധി എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നർത്ഥം. അപ്പോൾ കരുണാപയോധി വിചിത്ര വൃന്ദാവനലീല കാൺമാൻ തരപ്പെടാഞ്ഞേറെ വിഷാദമുള്ളിൽ കലർന്ന പേരങ്ങുമ ഇരിപ്പൂ ലക്ഷങ്ങൾ. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഭഗവാന്റെ വൃന്ദാവന ലീല കാണാൻ സാധിക്കാണ്ട് മനസ്സ് വിഷമിച്ചിട്ട് ഈ മല്ലരംഗം കണ്ടു രസിക്കണത്. എന്നാൽ അവരെ ഒന്ന് സന്തോഷിപ്പിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായത്. മുഴങ്ങുമാ മഞ്ജുളമല്ല വാദ്യമുത്സാഹമുൾ തെങ്ങുകയാലൊരാളും. മുഴങ്ങും ആ മഞ്ജുളമല്ല വാദ്യം ഉത്സാഹമുൾത്തിങ്ങുകയാലൊരാളും നിർത്താതെ അമ്പാർന്നവരഭ്യസിച്ച കലയ്ക്കു സാഫല്യമിയറ്റി നിൽക്കെ. വാദ്യക്കാർ തകർക്കാണ്. അവരുടെ കൂട്ടത്തിലുള്ള മല്ലന്മാരാണ് മരിച്ചത് എന്ന് പറഞ്ഞിട്ടൊരു ശോകമായ രീതിയിലല്ല അവർ വായിക്കുന്നത്. അവരെ കണ്ണ് ചിമ്മി ഈ 2 ആനന്ദക്കുട്ടന്മാരെ മനസ്സിൽ വിചാരിച്ചിട്ട് വാദ്യം വധിക്കാം, വാദ്യപ്രയോഗം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിഷാദമുള്ളിൽ കലർന്ന പേരങ്ങുമിരുപ്പൂ ലക്ഷക്കണക്കിലോർത്താൻ കരുണാപയോധി. മുഴങ്ങും ആ മഞ്ജുളമല്ല വാദ്യം ഉത്സാഹമുൾ തെങ്ങുകയാലൊരാളും നിർത്താതെ അമ്പാർന്നവരഭ്യസിച്ച കലയ്ക്കു സാഫല്യമിയറ്റി നിൽക്കേ. രാജാവിനുൾ പ്രീതി വരുത്തിടേണം എന്നല്ലയോ മല്ലനുരച്ചതപ്പോൾ. തുടക്കത്തിൽ മല്ലൻ എന്താ പറഞ്ഞത്? രാജാവിന് പ്രീതി വളർത്തണമെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ അതിൻ്റെ സന്ദർഭമാണ് ഇനി. രാജാവിനുൾ പ്രീതി വരുത്തിടേണം എന്നല്ലയോ മല്ലനുരച്ചത് അപ്പോൾ ആദ്യം ആ മട്ടിൽ ആവാം ഇനി നമ്മൾ തമ്മിൽ നടത്തിടാം ലീലകളൊട്ടു നേരം. ആ വാക്കിനെ പ്രമാണമായി കരുതി കുറച്ച് നേരം ഒരു എന്താണെന്നാ പറയുക, ഒരു ലീലാവിനോദം ആയിക്കോട്ടെ എന്ന് ഇവർ തീരുമാനിച്ചു. ഒട്ടുനേരം പലേതരം പെൺകസവാർന്ന പുത്തൻ പൂമ്പട്ടൊടുത്തമ്പോടടുത്തു തന്നെ പലേതരം പെണ്ണല്ല കണ്ടോ, പൊൻകസവ. അവിടെയാണ് ഒരു പേന്നുള്ളൂ, പോ എന്ന് വേണം, ആ ഒരു ദീർഘം കൂട്ടിയാൽ മതി. ഇതാണ് ഗുരുനാഥനോട് എനിക്കുള്ള ഇഷ്ടം. അർത്ഥം കിട്ടിയില്ലെങ്കിൽ നിന്ന് നിർത്ത, രണ്ടാമത് വായിക്കേ. ആലോചിച്ച് നോക്കണം.
2005 അദ്ദേഹം പിന്നെ കാലഗതി പൂണ്ടു. ഈ 2005 എന്ന് പറഞ്ഞാൽ 19 കൊല്ലം അല്ലേ, 19 കൊല്ലം. അടുത്ത ജൂൺ 25 ജൂൺ വന്നാൽ 20 വർഷമായി. എൻ്റെ ഒപ്പമുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ മിന്നിത്തിളങ്ങ്, അപ്പോൾ പലതരം പൊൻകസവാർന്ന പുത്തൻ പൂമ്പൊട്ടൊടുത്തമ്പോടടുത്തു തന്നെ മിന്നിത്തിളങ്ങും മഹനീയ ഗോപകുമാരോട് ഈ വിധം മോദീനാഥൻ. അവരൊക്കെ കേൾക്കത്തക്ക വിധത്തിൽ ഒരു അരുൾപ്പാട്. ആ മട്ടിൽ വിശ്വേശ്വരനോടുകൂടെ കളിപ്പതിനൊട്ടുമടിച്ചു ഇങ്ങോട്ട് വരൂ. നമുക്ക് ഈ രംഗസംവിധാനം മല്ലന്മാരുടെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി രാസക്രീഡ നടത്താം. വരൂ, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വരൂ. നോക്കൂ, അപ്പം മിന്നിത്തിളങ്ങും മഹനീയ ഗോപകുമാരോടി വിധമോദിനാഥൻ. പക്ഷേ അവർക്ക് മനസ്സ് തോന്നില്ല ഇത് ആ സമയമാണോ. ആ മട്ടിൽ വിശ്വേശ്വരനോടുകൂടെ കളിപ്പതിനൊട്ടുമടിച്ചു നിൽക്കേ. അവർക്കൊരു വിഷമം. ചിരിച്ചുകൊണ്ടായവരെ പിടിച്ചു വലിച്ചിറക്കി വലുതാം സദസ്സിൽ. ഇങ്ങോട്ട് വരൂ, ഓരോരുത്തരെയും ഇങ്ങോട്ട് പിടിച്ചിറക്കി നമുക്ക് നന്നായിട്ടൊന്ന് കുമ്മിയടിക്കാം. പെണ്ണുങ്ങളുടെ തിരുവാതിരകളല്ല, ആണുങ്ങളുടെ കളിക്ക്. അങ്ങോട്ട് വരൂ. അപ്പോൾ ചിരിച്ചുകൊണ്ടായവരെ പിടിച്ചു വലിച്ചിറക്കി വലുതാം സദസ്സിൽ ഈ കാണുവോരൊക്കെ നമുക്ക് വേണ്ടും സ്വന്തം പ്രിയപ്പെട്ടവരാണ്. അദ്ദേഹം പറയാം, അതായത് ഈ മനുഷ്യന്മാരുടെ മനസ്സിൽ എന്തുണ്ട് അത് ആർക്കറിയാം? ഭഗവാൻ അറിയാം. അപ്പം ഭഗവാൻ അപ്പപ്പോൾ അവരുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാനുള്ള സന്നദ്ധതയാണ് കാണിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥലം മുഖം ന്യായമൊന്നും പ്രശ്നമില്ല. സ്ഥലം മുഖം ന്യായമൊക്കെ നമുക്ക് പറഞ്ഞതാ. ഭഗവാന് എന്താണെന്നാ പറയുക, പാപപുണ്യങ്ങളില്ല, ദുഃഖമില്ലാത്ത ആളാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ടവരെ പിടിച്ചു വലിച്ചിറക്കി വലുതാം സദസ്സിൽ ഈ കാണുവോരൊക്കെ നമുക്ക് വേണ്ടും സ്വന്തം പ്രിയപ്പെട്ടവരാണ്. ചെറ്റും മടിച്ചിടാനില്ല മനക്കുരുന്നിൽ. ഞാൻ പുതിയ ആളല്ല, നിങ്ങളുടെ ഇടയിലത്തെ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളൊക്കെ വേണം. ഞാൻ ഇനിയിപ്പോൾ മധുരയിലല്ലേ താമസിക്കാൻ പോണത്, നമുക്കിനിയും കാണണ്ടേ. അപ്പോൾ ഇന്ന് തന്നെ നമുക്കതൊരു ഉത്സവമാക്കി മാറ്റാം. ചിരിച്ചുകൊണ്ടായവരെ പിടിച്ചു വലിച്ചിറക്കി വലുതാം സദസ്സിൽ ഈ കാണുവോരൊക്കെ നമുക്ക് വേണ്ടും സ്വന്തം പ്രിയപ്പെട്ടവരാണ്. ചെറ്റും മടിച്ചിടാനില്ല മനക്കുരുന്നിൽ മഹേശ്വരൻ ചൊല്ലി അലിഞ്ഞ് ഈ വണ്ണം എന്നല്ല. ചാണൂരക മുഷ്ടികന്മാരെതിർക്കും ഓരോ മശകങ്ങൾ മാത്രം. ഇപ്പോൾ 4-5 ആൾക്കാർ യമധർമ്മരാജധാനിയിലേക്ക് പോയി. അവരൊക്കെ കൊതുകളാണ്. നിങ്ങളെന്തിനാ പേടിക്കണമെന്നാണ് ചോദിച്ചത്. കൊതുകൾ, മശകം എന്നാണ് പറഞ്ഞതേ, കൊതുകളെന്ന് അർത്ഥം പറയാം. എന്നല്ല ചാണൂരക മുഷ്ടികന്മാരെതിർക്കും ഓരോ മശകങ്ങൾ മാത്രം. യോജിപ്പില്ലോർക്കുകിൽ മല്ല യുദ്ധം അറിഞ്ഞിടില്ല അങ്ങനെ തോറ്റു ഞങ്ങൾ. യോജിപ്പുമില്ല, ഞങ്ങൾ തമ്മിൽ യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ കൊതുവാണെങ്കിൽ ഞങ്ങൾ ആനക്കുട്ടികളാന്നാ. അപ്പം ഞങ്ങൾക്ക് പറ്റാത്തവർ, അതുകൊണ്ടാണ് അവർ വേഗം പോയതെന്ന്. ഇതാണ് കവിഭാഷ. യോജിപ്പുമില്ല ഓർക്കുകിൽ മല്ല യുദ്ധം അറിഞ്ഞിടില്ല അങ്ങനെ തോറ്റു ഞങ്ങളിപ്പോൾ തോറ്റിട്ടാണ് നിൽക്കണത്. ഭാണ്ഡീരകച്ചോട്ടിൽ നമുക്ക് നിത്യം ഈ വണ്ണമെല്ലാം പതിവുള്ളതല്ലേ. ഭാണ്ഡീരകച്ചോട്ടിൽ ആ വലിയ മരത്തിൻ്റെ അവിടെ അടിയിൽ ഞങ്ങളിങ്ങനെ കൂട്ടം കൂടി കളിക്കാറൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ പഠിപ്പിച്ചു തരാൻ. എല്ലാവരും വരും എന്നാണ് പറഞ്ഞത് അദ്ദേഹം. ഭാണ്ഡീരകച്ചോട്ടിൽ നമുക്ക് നിത്യം ഈ വണ്ണമെല്ലാം പതിവുള്ളതല്ലേ. ആ യുദ്ധവും നൃത്തവും അമ്പിയെന്നു കാണട്ടെ ഒന്ന് മഹനീയ രംഗം. ഈ രംഗത്തിലുള്ളവർ നമ്മളെ ആ ഒരു രാസലീലൊക്കെ ഒന്ന് കണ്ടോട്ടെ. സന്തോഷമുൾത്തിങ്ങിയ ഗോപബാല സഖാക്കളും രാമനും ഒത്തു കൃഷ്ണൻ മനോജ്ഞമാം രീതിയിൽ മല്ലയുദ്ധം തുടങ്ങിനാൻ വിശ്വകലാവിദഗ്ധർ. അവരെ ഈ എന്താണെന്നാ പറയുക, ഈ അമേരിക്കൻ ടാളൻ, ബ്രിട്ടൻ ടാളൻ, ഇന്ത്യ ടാളൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. പലതും സ്റ്റേജിൽ അഭിനയിച്ചിട്ട് കരഘോഷം വാങ്ങി നല്ല പ്രൈസൊക്കെ വാങ്ങിപ്പോൾ നമ്മൾ കാണാറുണ്ട്. അപ്പം സന്തോഷം ഉൾത്തിങ്ങിയ ഗോപബാലസഖാക്കളും രാമനും മൊത്ത കൃഷ്ണൻ മനോജ്ഞമാം രീതിയിൽ മല്ലയുദ്ധം തുടങ്ങിനാൻ
വിശ്വകലാവിദഗ്ധൻ. ആരാണ് ഈ ശ്രീകൃഷ്ണൻ? വിശ്വകലാവിദഗ്ധൻ. ലോകത്ത് ഒരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് വിചാരിക്കുക. അവിടെ എന്താ പഠിപ്പിക്കണത്? അവിടെ 64 കലകളും പഠിപ്പിക്കാനുണ്ട്. അതൊക്കെ അറിയണ ആളാണ് അദ്ദേഹം. അതാണ് വിശ്വകല വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ അതിന് വൈദഗ്ധ്യമുള്ള ആൾ തന്നെയാണ് അർത്ഥം പറയാം. പരസ്പരം പോരു തുടർന്നു പൂങ്കരങ്ങളാൽ തല്ലിയും അപ്രകാരം. പരസ്പരം പോരും തുടർന്നു, കളിയൊക്കെ ഇട്ടിട്ടോ. പൂങ്കരങ്ങളാൽ തല്ലിയും അപ്രകാരം. പിൻവാങ്ങിയും മുന്നിലുടൻ കടന്നു പിടിച്ചും ഒപ്പം വിലസീ കിടാങ്ങൾ. ഭഗവാന്റെ കളി പിന്നെ വൃന്ദാവനത്തിൽ നടന്ന പോലെയുള്ള കളി അത് കാണിച്ചു കൊടുത്തു. കിലുങ്ങിടും പൊന്തളയൊച്ച കൊണ്ടും പൂമ്പട്ടൊടുപ്പിൻ പുതുകാന്തി കൊണ്ടും കുമാരർ തൻ ചാത്തുരി കണ്ടുമേറെ കുളിർത്തു രംഗസ്ഥലമാകമാനം. അവിടെ എന്തോ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയിരുന്നെങ്കിൽ കാണുന്ന കൂട്ടത്തിൽ ഇത് ഈ സ്ഥലം ഏതാ? മല്ലയുദ്ധം നടന്നു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ചാതുരി കൊണ്ടുമേറെ കുളിർത്തു രംഗസ്ഥലമാകമാനം. ഒരു ഫുൾ പിന്നെ എന്താണെന്ന് പറയാം, അന്തരീക്ഷം എയർ കണ്ടീഷൻ ചെയ്ത് കൂടുതൽ കുളിർത്തു തന്നെയാണ് പറഞ്ഞത്. ആരെന്നും എങ്ങെന്നും ഒരാൾക്ക് പോലും അറിഞ്ഞുരപ്പാനരുതാത്തവണ്ണം. ഇതാരാണ്, എവിടുന്നാണ്, ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. അത്ര മോടി. ആരെന്നും എങ്ങെന്നും ഒരാൾക്ക് പോലും അറിഞ്ഞുരപ്പാനരുതാത്തവണ്ണം ആശ്ചര്യമാം കാഴ്ചയിലാകമാനം ആകൃഷ്ടരായി തീർന്നു ജനങ്ങളെല്ലാം. ഫ്രീ ടിക്കറ്റൊന്നുമില്ല, വലിയൊരു അനുഭവം. അരങ്ങിലെങ്ങെങ്ങും ഒരു ഇന്ദ്രനീല പ്രഭാന്ധരം വീശിടും അപ്രകാരം. എവിടെ നോക്കിയാലും കൃഷ്ണനാ. അരങ്ങിലെങ്ങെങ്ങും ഒരു ഇന്ദ്രനീല പ്രഭാന്തരം. വലിയ ഒരു ഇന്ദ്രനീല കല്ല മൂവിയുണ്ട്. പ്രഭാന്തരം വീശിടും അപ്രകാരം വിളങ്ങി വിശ്വേശ്വരൻ ആർക്കും മുൾപ്പൂവിൽ ഉലർത്തി മിന്നീട് മുദാരശീലൻ. ഇതിനേക്കാൾ ആനന്ദം പറയാനില്ല. ആ മട്ടിൽ അത്യത്ഭുതമല്ല ലീല നിർത്തിടാനും ഉച്ചതിരിഞ്ഞു നേരം. സമയം പോയതറിഞ്ഞില്ലേ? കളിയിൽ മറ്റേ അയക്കേണ്ടവരെന്നൊക്കെ അയച്ചു, മറ്റയാളുടെ സമയമായിട്ടില്ല, ആരുടെ കാലൻ്റെ ആ ഒരു സമയം. അതാണ് ആ അപ്പോയിൻ്റ് ടൈമിലെ മൃത്യു പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാർക്കറിയാം? ഭഗവാനറിയാം. ആ മട്ടിൽ അത്യത്ഭുതമല്ല ലീല നിർത്തിയിടാൻ ഉച്ച തിരിഞ്ഞു നേരം. ദാഹം വിശപ്പെന്നിവയില്ല തെല്ലും ആനന്ദമുൾത്തിങ്ങുകയാലൊരാൾക്കും. നോക്കൂ, നമ്മുടെ മനസ്സ്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മരിച്ച വീട്ടിൽ പോയാൽ എത്ര വിശപ്പുള്ളവനും വിശപ്പുണ്ടാവില്ല. അരേശ മണിക്കൂർ കൂടുമ്പോൾ ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട്, 3-3.5 മണിക്കൂറൊക്കെ നിൽക്കും. അതാണ് പറഞ്ഞത്, ദാഹം വിശപ്പെന്നിവയില്ല തെല്ലും ആനന്ദമുൾത്തിങ്ങുകയാലൊരാൾക്കും. ചങ്ങാതിമാർ മുന്നിൽ മണിച്ചിലമ്പും മിന്നുന്ന കൈവളയും കിലുക്കി മന്ദസ്മിതം ചെന്നി മനോജ്ഞ ഗീതമുതിർപ്പുരാ ബാലമുകുന്ദ നൃത്തം. മുകുന്ദൻ പാട്ടും പാടുന്നുണ്ട്, നൃത്തം ചെയ്യുന്നുണ്ട്. ചങ്ങാതിമാർ മുന്നിൽ മണിച്ചിലമ്പും മിന്നുന്ന കൈവളയും കിലുക്കി മന്ദസ്മിതം ചിന്നി മനോജ്ഞ ഗീതം മുതിർപ്പോരാ ബാലമുകുന്ദ നൃത്തം. വൃന്ദാവനത്തിൽ പതിവുള്ള പോലെ കാട്ടി കൊടുത്താൻ കമലായതാക്ഷൻ. ഇനി എന്താ വേണ്ടത്? നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ല. അതിനാണ് ശ്രീകൃഷ്ണ കഥാമൃതത്തിലെ ഈ ഒരു ഭാഗം അദ്ദേഹം തന്നെ പിടിപ്പിച്ചത്. നിങ്ങൾ എന്താഗ്രഹിക്കണോ അത് ഞാൻ അറിയും, നിങ്ങളുടെ ആഗ്രഹം ഞാൻ നടത്തിത്തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വേറെ ഒന്നുമില്ലെങ്കിലും ഈ വിശ്വാസം ആദ്യം മുതൽക്കുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും പറയില്ല. ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതിനെ നിയന്ത്രിക്കണത് ഭഗവാനെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മറന്ന് കിടന്നാൽ മതി, അത് പോയിക്കോളും. എവിടേക്ക് എത്തേണ്ട വെച്ചാൽ ഇവിടെ നിർത്തുമോ ചോദിക്കരുത്. അദ്ദേഹം നമ്മളെ കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം അദ്ദേഹം കൊണ്ടു നടത്തുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സമയത്തും എനിക്ക് ഒന്നേ പറയുള്ളൂ, എനിക്ക് അദ്ദേഹത്തിനോടുള്ള കടമ. വൃന്ദാവനത്തിൽ പതിവുള്ള പോലെ കാട്ടിക്കൊടുത്താൻ കമലായതാക്ഷൻ. കംസന്റെ രംഗത്തിലും അല്പനേരം വലിഞ്ഞു വിഷയിക മനോഭിരാമൻ. ആനന്ദബാഷ്പാകുലർ കൈകൾ കൂപ്പി ഉറക്കെ വെച്ചൊല്ലി അലിഞ്ഞ ഈ വണ്ണം. എല്ലാവരും പിന്നെ ജയ വിളിക്കാൻ തുടങ്ങി. എന്താ? ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മുകുന്ദ രാമ ജയിച്ചിടട്ടെ വസുദേവ ഭാഗ്യം. അവരുടെ എന്താന്ന് പറയാ, ഇൻകുലാബ് സിന്ദാബാദ് അല്ലേ, മുദ്രാവാക്യാണ്. ഹരേ ഹരേ കൃഷ്ണ മുകുന്ദ രാമ ജയിച്ചിടട്ടെ വസുദേവ ഭാഗ്യം. ഒരു പ്രാവശ്യം കൂടെ ആയിക്കോട്ടെ. ഹരേ ഹരേ കൃഷ്ണ മുകുന്ദ രാമ ജയിച്ചിടട്ടെ വസുദേവ ഭാഗ്യം. ആയുസ്സും ആരോഗ്യവുമാർന്ന ഈ വണ്ണം അസംഖ്യ സംവത്സരം ഇക്കിടാങ്ങൾ വിശ്വത്തിലെങ്ങും കുതുകം വളർത്തി വിളങ്ങുമാറാവുക നമ്മൾ നാട്ടിൽ. ഈ ഒരു സങ്കല്പത്തിന് വലിയ ഒരു മഹിമയുണ്ട്. നമ്മൾ എന്ത് സങ്കല്പിക്കണോ അത് നടക്കും. അതാ നടക്കുന്നത്, അതാ നടത്തിത്തരുന്ന ആളാണ് അതിനെ. അപ്പോൾ എന്തൊക്കെയായി? ആയുസ്സും ആരോഗ്യവുമാർന്ന ഈ വണ്ണം അസംഖ്യ സംവത്സരം ഇക്കിടാങ്ങൾ വിശ്വത്തിലെങ്ങും കുതുകം വളർത്തി. അതായത് വിശ്വത്തിലെങ്ങും അതായത് പ്രീതിയായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. വിളങ്ങുമാറാവുക നമ്മൾ നാട്ടിൽ ഈ വണ്ണം അത്യത്ഭുത അത്ഭുതനിൽ അല്ല, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ വണ്ണം അത്യത്ഭുത ലീല എന്നുള്ളി ഒരു വള്ളിയുടെ ദീർഘില്ല. ഈ വണ്ണമത്യത്ഭുത ലീല നമ്മെ കാണിച്ച കൃഷ്ണൻ കമനീയശീലൻ. അല്ലായിലും മെട്ടിതു കാണുമു നമ്മൾ. അദ്ദേഹം കനിഞ്ഞ് ഈ വൃന്ദാവനത്തിലെ രാസലീല ഇവിടെ ആടി തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് അനുഭവിക്കാൻ സാധിക്കുക? അല്ലാകിലും മട്ടിതു കാണുമു നമ്മൾ. പാവങ്ങൾ കംസൻ്റെ നശിച്ച നാട്ടിൽ, കംസൻ്റെ നശിച്ച നാട്ടിൽ ജഗന്മനോമോഹന ദിവ്യലീലാരസത്തിൽ മുങ്ങും ജനമാകമാനം. ആലോചിച്ച് നോക്കണം, ഭഗവാൻ എന്താ ചെയ്തത്? ജഗന്മനോമോഹന ദിവ്യലീലാരസത്തിൽ മുങ്ങും ജനമാകമാനം. അവിടെ സ്ത്രീ പുരുഷ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഒന്നുമില്ല. ജഗന്മനോമോഹന ദിവ്യലീലാരസത്തിൽ മുങ്ങും ജനമാകമാനം. ജയാരവം കംസനൊഴിച്ചു വിണ്ണിൽ. കംസനെ ഒഴിവാക്കിയിട്ട് ജയാരവം കംസനൊഴിച്ചു വിണ്ണിൽ മുഴക്കിനാർ ഈ വിധം അമ്പോടൊപ്പം. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവർ എന്ന് പറഞ്ഞാൽ കംസനൊഴിച്ച് ബാക്കി എല്ലാവരും, കംസൻ്റെ മന്ത്രിമാരൊക്കെ പിന്നെ താളം മറ്റിച്ചവിട്ടി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹ ആശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.